ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിനകത്തും അതുപോലെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിനകത്തൊക്കെ ചിലപ്പോഴൊക്കെ സുനിലിൻ്റെ ചില കവിതാശകലങ്ങൾ പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഇതിൻ്റെ അവാർഡുകാരൻ ഞാൻ അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ മുന്നോട്ട് വന്ന സുനിലിനെ, നമ്മുടെ സ്വന്തം സഹോദരനെ, നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സിനിമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള നമ്മുടെ സുരേഷ് നമ്മുടെ ഭജനപ്പാട്ട് പാടുമ്പോൾ മികച്ച ഡോലക്ക് കിട്ടുന്ന ആള് സുരേഷാണ്. നമ്മുടെ ഇടത്തം ബാബുവണ്ണം കഴിഞ്ഞെടുത്തത് സുരേഷ് തന്നെയാണ്. പല താളത്തിൽ പല രീതിയിൽ കൊട്ടി ആൾക്കാരുടെ മനംകാരം കവരുന്ന രീതിയിൽ കൊട്ടുന്ന രീതി. ഇന്നാണ് അത്ര പാട്ടൊന്നും വളരെ വ്യാപകമല്ലാതിരുന്നത്. 10-20 വർഷത്തിന് മുമ്പ് നല്ല മികച്ച രീതിയിൽ ഭജനപ്പാട്ടുകൾ പല സ്ഥലത്തും നടക്കാറുണ്ട്. അതിൽ മികച്ച വാദ്യവൃന്ദം നടത്തുന്നതിൽ സുരേഷ് മികച്ച ഇതാണ്. എല്ലാവരും ഒന്ന് നോക്കി നിന്നു പോകുന്ന രീതിയിൽ കൊട്ടുന്ന ഒരാളാണ് സുരേഷ്. അപ്പോൾ അദ്ദേഹം സിനിമ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ഈ കുഞ്ഞ് ആദരവ് നമ്മൾ നൽകുന്നു. അദ്ദേഹത്തെയും സുരേഷിനെ വളരെ ആദരപൂർവ്വം വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ സുഭാഷാണ് നമ്മോടൊപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടും ഞാനും സുഭാഷ് വരുന്നതിൻ്റെ പാട്ടിൻ്റെ അല്ലൊക്കെയാണ് പാട്ടിൻ്റെ ചുക്കാൻ, ഭജനപ്പാട്ടിൻ്റെ ചുക്കാനാണ് നമ്മളെ നടക്കുന്നത് കേട്ടോ. പാടാൻ പോകുമ്പോൾ അങ്ങനെ പാട്ടും കൂട്ടുമായി നടന്ന് നമ്മളൊപ്പം വളർന്ന് വന്ന ഒരു നാടക പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന സുഭാഷിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഈ ആദരവ് ചടങ്ങിലേക്ക് വളരെ അഭിമാനത്തോടുകൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞനുജൻ സജികുമാറാണ്. നമ്മുടെ ഏജ് ഗ്രൂപ്പിനകത്ത് ചെറിയ താഴെയാണെങ്കിലും തങ്കമ്മ ചേച്ചി എന്നും അങ്ങനെ നമ്മുടെ ദൂരെയുള്ള ആളുകളല്ലോ ആരും, തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് ചേർന്ന് താഴെയാണെന്നുള്ള വ്യത്യാസം മാത്രമേ സജിക്കുള്ളൂ. എന്നിരുന്നാലും അവൻ്റെ കലാപരമായ കഴിവ് കൊണ്ട് ഒരു നല്ല മികച്ച കേരളം അറിയപ്പെടുന്ന ഒരു മിഴാവ് വാദ്യക്കാരനായി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള അറിയപ്പെടുമ്പോൾ നമ്മുടെ നാടിനും അത് അഭിമാനമാണ്. ആ അഭിമാനത്തെ പങ്കുവയ്ക്കുവാൻ ഇവിടെ നമ്മൾ ഒരുക്കിയ ഒരു വിരുന്നിൽ നമ്മുടെ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു. ഇനിയുള്ളത് അവർക്ക് രണ്ടുപേർക്കും ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ സന്തോഷം നമ്മുടെ ഈ പരിപാടിയിലെ മുഴുനീളം പരിപാടികൾക്കായി എത്തിച്ചേരേണ്ടതുണ്ട്. സന്തോഷം ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷിനൊരു മൊമെൻറ്റും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവനും നമ്മുടെ അയൽനാട്ടുകാരനാണ്, നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരാളാണ്, നമുക്കൊപ്പമുള്ള ഒരാളാണ്. ആ സന്തോഷിനെ നമ്മളൊരു ഉപഹാരം നൽകുന്നുണ്ട്. ആ സന്തോഷ് വരും. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി വിശേഷിച്ച് പറയേണ്ട നമ്മളോടൊപ്പം ചേർന്ന് ഇവിടെ ചുവടുവയ്ക്കാൻ എത്തിയിട്ടുള്ള ചിലങ്ക ഗ്രൂപ്പാണ്. ഇപ്പോൾ കൈകൊട്ടി കളികളാണ്, ധാരാളം കൈകൊട്ടി കളികൾ നമ്മൾ പലയിടത്ത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത്തരം കൈകൊട്ടി കളികൾ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ കൈകൊട്ടി കളിക്ക് വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ ചിലങ്കയിലെ ടീം അംഗങ്ങളെ മുഴുവൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ നമ്മൾ തോളോട് തോട് ചേർന്ന് ഈ പരിപാടിയിലെ മുഴുനീളമായി പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെ ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റാർ ബ്രദേഴ്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ശ്രീ MLA അഡ്വക്കേറ്റ് മുരളി സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളു. ഇത്
രംഗങ്ങളിൽ വിശിഷ്ടരുമായ സുനിൽ, സുരേഷ്, സുഭാഷ്, സജികുമാർ, പ്രിയപ്പെട്ടവരെ, വിനോദ് സൂചിപ്പിച്ചതുപോലെ നാട്ടിലെ ഒരു കൂട്ടായ്മ മനസ്സിനൊരു ഊർജമാണ് ഉണ്ടാകുക, സന്തോഷമാണ് ഉണ്ടാകുക. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ഒരു ചെറിയ അതിർതർക്കം വന്നാൽ മതി, നമ്മളെല്ലാം ശത്രുക്കളാവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതത്തിന്റെ പേരിൽ, കുറച്ചൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, ഏറ്റവും കുറഞ്ഞ ശത്രുത രാഷ്ട്രീയക്കാർ തമ്മിലാണ്. പരമേശ്വരനെ ഞാനും കണ്ടാൽ ചിരിക്കാതെയോ അഭിവാദ്യം ചെയ്യാതെ പോകാറേ ഇല്ല. രാഷ്ട്രീയപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം സാധാരണക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര സഹായവും സഹകരണവും കൂടിയെത്തി. അത്തരത്തിൽ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ആളുകൾക്ക് കൂടാനും ഇതുപോലെ സമ്മേളിക്കുവാനും നമുക്കിടയിലുള്ള അവരെ സജീവമായി പങ്കെടുക്കുവാൻ കൂട്ടായ്മകൾക്ക് കഴിയും.